പെരിയാർവാലി ഉപകനാലിന്റെ കരിങ്കൽകെട്ട് നാലാം വട്ടവും ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി അപകടാവസ്ഥയിൽ. കോട്ടപ്പടി വടാശ്ശേരി ബേബി മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കെട്ടിടിഞ്ഞു വീണതോടെ ഇല്ലാതായത്. ഒരു മാസം മുമ്പ് ഇതേ ഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ബേബി മാത്യു 1.5 ലക്ഷം രൂപ വായ്പയെടുത്താണ് കരിങ്കൽകെട്ട് പുനർനിർമ്മിച്ചത്. കോട്ടപ്പടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പെരിയാർവാലി കനാലിൽ നിന്നുള്ള ഉപകനാലിന്റെ കരിങ്കൽകെട്ട് ഇടിഞ്ഞു വീണതോടെ ഒരു വീട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അപകടാവസ്ഥയിലായി. കോട്ടപ്പടി വടശ്ശേരി ബേബി മാത്യു പുന്നയ്ക്കപ്പടവലിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് അപകടാവസ്ഥയിൽ ആയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉഗ്രശബ്ദത്തോടെ 10 മീറ്ററിൽ ഏറെ നീളം വരുന്ന കരിങ്കൽകെട്ട് ഇടിഞ്ഞ് കനാലിലേക്ക് വീഴുകയായിരുന്നു. ഒപ്പം ബേബി മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ പകുതിയിലേറെ ഭാഗവും ഇടിഞ്ഞു താഴ്ന്നു. ബാക്കി ഭാഗം ഏതു സമയവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ വിണ്ടുകീറിയ നിലയിലാണ്. 4 അംഗങ്ങളുള്ള വീട്ടിലേക്ക് വാഹനഗതാഗതം പൂർണ്ണമായും സാധ്യമല്ലാതായി. മാത്രവുമല്ല, കൂടുതൽ മഴ പെയ്താൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു വീണ് വീട്ടിലേക്കുള്ള കാൽനടയാത്ര പോലും അസാധ്യമാകും. ഏതാനും നാളുകൾക്കുള്ളിൽ 3 പ്രാവശ്യം ഇതേ ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. പെരിയാർവാലി അധികൃതർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതോടെ സ്വന്തം ചെലവിൽ വീട്ടുകാർ തന്നെയാണ് കരിങ്കൽകെട്ട് പുനർനിർമ്മിച്ചിട്ടുള്ളത്. 1 മാസം മുൻപാണ് ഇതേ ഭാഗം അവസാനമായി ഇടിഞ്ഞു വീണത്. 56,000 രൂപ വായ്പയെടുത്താണ് 3-ാം വട്ടം കരിങ്കൽകെട്ട് പുനർനിർമ്മിച്ചതെന്ന് വീട്ടുടമസ്ഥൻ ബേബി മാത്യു പറയുന്നു. ഇത് പെരിയാർവാലിയുടെ സബ് കനാലാണത്. നാഗഞ്ചേരിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ വരുന്നത്. വേനൊക്കെ ശക്തമായിട്ട് വെള്ളം വരാറുണ്ട്. ഇതിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഇതിൻ്റെ സൈഡ് സംരക്ഷണ ഭിത്തി മൊത്തം ഇടിഞ്ഞു വീണു. ഇതിപ്പോൾ ഈ വർഷം 3-ാമത്തെ പ്രാവശ്യമാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മുടെ വീട്ടിലേക്ക് കടക്കാനുള്ള വഴിയാണിത്. ഒരു വണ്ടി വരും നടപ്പാതെ വരെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ 1 മാസം മുമ്പ് ഞാനിതൊന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെട്ടി കഴിയുമ്പോൾ 50,000 രൂപ മുകളിൽ എനിക്ക് മുടക്ക് വന്നു. അപ്പോൾ ഇനി എൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ ഇല്ലാത്തതാണ് മെയിൻ വിഷയം. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് കയറണം. ആ വെള്ളത്തിന് വേനൊക്കെ ശക്തമായ ഒഴുക്കാണ് ഇതിൽ വരുന്നത്. ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ വെള്ളം ഇടിച്ചിടിച്ചാണ് ഈ കനാല് പോകുന്നത്. വേനൽക്കാലത്ത് കനാലിലൂടെ വെള്ളം തുറന്നു വിടുമ്പോൾ അതിശക്തിയിൽ വെള്ളം കരിങ്കൽകെട്ടിലിടിച്ച് മണ്ണ് ഒലിച്ചു പോകുന്നതാണ് കെട്ട് തുടർച്ചയായി ഇടിഞ്ഞു വീഴാൻ കാരണം. അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ബേബി മാത്യുവിന്റെ പ്രധാന ആവശ്യം. തൊട്ടുചേർന്നുള്ള വീടിന്റെ മതിൽക്കെട്ടും സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും ഇപ്പോൾ ഒരുപോലെ അപകടാവസ്ഥയിലായിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ ബലക്കുറവ് കനാലിന്റെ കരയിലുള്ള മറ്റ് വീടുകൾക്കും ഭീഷണിയാണ്. 5 വീടുകളാണ് അപകടാവസ്ഥയിലായിട്ടുള്ളത്. ഭയം മൂലം ഒരു വീട്ടുകാർ വീട് വിട്ട് താമസം തന്നെ മറ്റിടത്തേക്ക് മാറ്റി. ഇടിഞ്ഞുപോയ കനാൽ ഭാഗം അടിയന്തരമായി പുനർനിർമ്മിച്ച് ശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ഞങ്ങളിവിടെ ഒരു 5 വീട്ടുകാരാണ് ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർ താമസം വേണ്ടാന്ന് വെച്ചാൽ പോയി ഇവിടുന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭീഷണിയായിട്ട് തീർന്നേക്കാണ് ഈ കനാലിൻ്റെ സൈഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് ഞങ്ങൾക്ക് പോവുകയാണ് കനാലിലേക്ക്. അത് കാരണം ഞങ്ങൾക്ക് പേടിയുണ്ട് ഇവിടെ കിടക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് ഇത് ഇതാക്കി തരണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയണത്. ഞങ്ങൾക്ക് ആകെ 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അത് മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് കനാലിലേക്ക് പോവുകയാണ്. 3-4 സെൻറ്റ് സ്ഥലം മാത്രമുള്ളവരാണ് ഇവിടുത്തെ താമസക്കാർ. പോകാൻ മറ്റ് ഇടങ്ങളില്ലാത്ത സാധുക്കളായ ഇവിടുത്തെ താമസക്കാർ പെരിയാർവാലി അധികൃതരുടെ കാരുണ്യത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.